ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് റിലയൻസ് ഗ്രൂപ്പിൻ്റെ അധിപനായിട്ടുള്ള അനിൽ അംബാനിയെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ അദ്ദേഹം നേരിടുന്ന നിയമ കുരുക്കുകളെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇവരുടെയൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് അനിൽ അംബാനി വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരം ഇൻ ദ സെൻസ് ഒരു കോർപ്പറേറ്റ് അധിപൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഗ്രൂപ്പ്സും അതിനകത്തിലെ പല ഒഫീഷ്യൽസും എല്ലാം തന്നെ നിലനിൽക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ രൂക്ഷമായിട്ടുള്ള സങ്കീർണവും വളരെ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടാണ് അനിൽ അംബാനിയും അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റ് ഗ്രൂപ്പും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ ഏജൻസികൾ മാത്രമല്ല, പല ബാങ്കുകളും അനിൽ അംബാനിക്കെതിരെയും അനിൽ അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിനെതിരെയും നിയമപരമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള ഫ്രോഡുകളും വഞ്ചനാ കുറ്റങ്ങളും ഒക്കെ ആരോപിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഏജൻസികളുടെ അന്വേഷണവും കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ ബാങ്കിലെ ലോൺ തിരിച്ചു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുത്ത ലോണുകൾ പറഞ്ഞ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബാങ്കുകളൊക്കെ തന്നെ ഇപ്പോൾ നമുക്കറിയാം രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത അന്വേഷണ ഏജൻസികളൊക്കെയാണ് CBI, ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഈവൻ SEBI, അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ഫ്രോഡുകളൊക്കെ അന്വേഷിക്കാൻ SEBIക്ക് പിന്നെ എന്താണ് പറയുന്നത് അതോറിറ്റി ഉണ്ട്, അധികാരമുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകൾ അവർക്ക് തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന് ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ CBIയുടെ ഇൻവെസ്റ്റിഗേഷനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഏജൻസികളിലെ പ്രധാനപ്പെട്ട ഏജൻസികളിലൊക്കെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ഏതൊരു കമ്പനിയെ ചുറ്റിപ്പറ്റി നടക്കാവുന്നതാണ്, അല്ലെങ്കിൽ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല ബാങ്കുകളും റിലയൻസിനെതിരെ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം റിലയൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അനിൽ അംബാനി ഈ പറഞ്ഞ തിരിച്ചടികളൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, നിയമപരമായിട്ടുള്ള കുരുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ, ഈ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, SEBI, അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിരയിലുള്ള ബാങ്കുകളൊക്കെ തന്നെ റിലയൻസ് ഗ്രൂപ്പിനെ വട്ടമിട്ട് പറക്കുകയാണ്. കാരണം അത് നമ്മൾ ഇപ്പോൾ ഏത് രാജ്യത്തായാലും ഇന്ത്യയിലും ഒക്കെ തന്നെ ഒരു കോർപ്പറേറ്റ് ഹൗസ്, എത്ര വലിയ കോർപ്പറേറ്റ് ഹൗസ് ആയാലും ശരി, ഭരിക്കുന്ന പാർട്ടിക്ക് അനഭിമതനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികൾക്ക് അപ്രിയനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണകൂടത്തിന് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഹൗസിനെയൊക്കെ തന്നെ നിലംപരിശാക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം നിയമങ്ങളുണ്ട്. നിയമങ്ങളെടുത്ത് വീശിക്കഴിഞ്ഞാൽ, നിയമങ്ങൾ എവിടെയും പ്രശ്നം എന്താണ്, നിയമമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളാണല്ലോ നമ്മളെവിടെയും കാണുന്നത്. എന്നും പറഞ്ഞ് എല്ലാവരും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത ആൾക്കാരും അല്ലെങ്കിൽ കമ്പനികളും ഗ്രൂപ്പുകളും കോർപ്പറേഷൻസും ഒക്കെ തന്നെ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമൊന്നുമില്ല. നിയമം അവർക്കെതിരെ അധികാരികൾ പ്രയോഗിക്കാത്തതിൻ്റെ ഒരു കാരണവും അല്ലെങ്കിൽ ലക്ഷണവും കൂടാണ്. അല്ലാതെ ഏത് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഏത് കോർപ്പറേറ്റ് ഹൗസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഏത് ബിസിനസ്സുകാരൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒട്ടനവധി ഫ്രോഡും അല്ലെങ്കിൽ വഞ്ചന കുറ്റങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും അവർക്കെതിരെ പിന്നെ ഉണ്ടാക്കിയെടുക്കാനല്ല, അവർക്കെതിരെ തീർച്ചയായിട്ടും നിയമപരമായിട്ട് അത് തെളിയിക്കാനൊക്കെ സാധിക്കും. കാരണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തൊരിടത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് നമുക്കറിയാം അനിൽ അംബാനി രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് റിലയൻസ്, മുകേഷ് അംബാനി, അനിൽ അംബാനി മുകേഷിനേക്കാളും ഒരു പടി അല്ലെങ്കിൽ പല പടികളും മുൻപിൽ ആയിരുന്നു അനിൽ അംബാനി രാജ്യത്തിൻ്റെ എന്താ പറയുന്നത് ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ. ഇന്ന് നമ്മൾ മുകേഷ് അംബാനിയെ കേൾക്കുന്നതിൻ്റെ പകരം ഒരുപക്ഷെ അനിൽ അംബാനി ആകാമായിരുന്നു എന്നുള്ളൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് തകർച്ച. കാരണം നമുക്കറിയാം ഇതൊക്കെ ചില ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ്, വിഷയങ്ങൾ മാത്രമാണ്. ആർക്കും ഏത് സമയത്തും കാറ്റ് മാറി വീശിക്കഴിഞ്ഞാൽ
മേളിൽ നിന്ന് താഴേക്ക്, അതുപോലെ തന്നെ തളർച്ചയിൽ നിന്ന് വളർച്ചയിലൊക്കെ വരുവാനുള്ള സമയമൊന്നും അതിനകത്തിൽ പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭരണകൂടമായിട്ടുള്ള ബന്ധങ്ങളും, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അദാനിയുടെ വിഷയങ്ങൾ പറയുന്നു. അദാനി ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ഹൗസുകൾക്ക്, അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ അധിപന്മാർക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള, എന്താണ് പറയുന്നത്, പ്രതികൂലവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ കൂടെയൊക്കെ അവർക്ക് കടന്നു പോകേണ്ടി വരും. ചിലർ നിലംപരിശാകും, ചിലർ അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ ലോകത്ത് പലയിടത്തും കാണാറുള്ളത്. അപ്പോൾ ശതകോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ ഒരു പാപ്പരത്വം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹം 3000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു, അല്ലെങ്കിൽ കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമായിട്ടാണ് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ 3000 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകിട്ടി ഗവൺമെന്റിലേക്ക് അവർ അറ്റാച്ച് ചെയ്തു എന്നുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 3000 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എത്രായിരം കോടി രൂപയുടെ ആസ്തികൾ ഉണ്ടായിരിക്കാം എന്നൊക്കെയുള്ള ഒരു വലിയൊരു ചോദ്യം നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള കോമ്പറ്റീഷൻ്റെ, അല്ലെങ്കിൽ പരസ്പര വൈരത്തിൻ്റെയൊക്കെ തന്നെ വിഷയങ്ങളാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് എന്താണ് പറയുന്നത്, അവർക്കൊരു ഗ്രൂപ്പിനോട് സ്വാഭാവികമായിട്ട് അടുപ്പമോ അകൽച്ചയോ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം അവർ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാകും. ഏത് കാലത്തും ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾക്ക്, ഗവൺമെൻറ്റുകൾക്ക്, ഭരണകൂടങ്ങൾക്ക് അവർക്ക് അനുകൂലം ആയിട്ടുള്ള നിലപാടുകൾ ഉള്ള ചില കോർപ്പറേറ്റ് ഹൗസസ് ഉണ്ട്. അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും, എന്താണ് പറഞ്ഞത്, അനഭിമതരായിട്ടുള്ള, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് അനുകൂലം എന്നുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത കോർപ്പറേറ്റ് ബിസിനസ് ഓണേഴ്സും, അല്ലെങ്കിൽ ഹൗസസും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കോർപ്പറേറ്റ് ഗ്രൂപ്പ്സിനെ, അല്ലെങ്കിൽ ഹൗസിനെ ഒക്കെ തന്നെ, ഇഷ്ടമുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ അധികാരത്തിൽ ഇരിക്കുമ്പോഴും അധികാരത്തിൽ ഇരിക്കാത്തപ്പോഴും ഒക്കെ തന്നെ ഈ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ അവരെ അകമഴിഞ്ഞ് സഹായിച്ച ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും. അല്ലാതെ എങ്ങനെയാണ് തീർച്ചയായിട്ടും, കാരണം ഇതൊക്കെ ഗിവ് ആൻഡ് ടേക്കിൻ്റെ മാത്രം വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള, എന്താണ് പറയുന്നത്, ഈ വിഷയങ്ങൾ ഇപ്പോഴത്തെ നേതൃത്വമായിട്ടൊക്കെ ഒരുപക്ഷെ ഉണ്ടായിക്കാണാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വം, ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ, പിന്നെ അവർ കൂടുതൽ ഫേവർ കാണിക്കുന്ന ബിസിനസ് കോർപ്പറേറ്റ് ഹൗസിന് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നേതൃത്വം കൊടുക്കുന്ന ബിസിനസ് സാമ്രാജ്യമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാകാം ഇങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റിഗേഷനും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കേസും നിയമക്കുരുക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതല്ലാത്ത പക്ഷം അതിൻ്റെ അർത്ഥം ബാക്കി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന നമ്പർ വൺ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഹൗസ് മുതലായിട്ടുള്ള എല്ലാ ആൾക്കാരും വളരെ സത്യസന്ധമായിട്ടോ, അല്ലെങ്കിൽ പിന്നെ നിയമം പൂർണ്ണമായിട്ടും അനുസരിച്ചൊന്നുമല്ല ഇവിടെ ബിസിനസ് ചെയ്യുന്നു, അവരുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതൊന്നും തന്നെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇല്ലേ? ഏത് സാധാരണ വ്യക്തിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രത്യേക വ്യക്തിയോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിസിനസ് ഗ്രൂപ്പോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഒന്നുകിൽ രാഷ്ട്രീയപരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ആഭിമുഖ്യമുള്ള ഏതെങ്കിലും കോർപ്പറേറ്റ് ഹൗസിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ ആകാം. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ലോകത്ത് പല രാജ്യങ്ങളിലും പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ സെബിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതായത് ഏകദേശം 2024 ഓഗസ്റ്റിൽ റിലയൻസ് ഹോം ഫൈനാൻസിലെ ഫണ്ട് തിരിമറി നടത്തി എന്ന് ആരോപിച്ച് അനിൽ അംബാനി അടക്കം 24 പേർക്ക് സെബിയുടെ വിലക്കുണ്ടായിരുന്നു 5 വർഷത്തേക്ക്. ഈ വിലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെയും തലപ്പത്ത് ഇരിക്കുന്നതിനോ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇടപെടുന്നതിനോ ഒന്നും തന്നെ ഈ പറഞ്ഞ അനിൽ അംബാനി അടക്കമുള്ള 24 പേർക്ക് വിലക്കുണ്ടായിരുന്നു സെബിയുടെ ഭാഗത്തുനിന്ന്. അത് തീർച്ചയായിട്ടും നിയമം കർക്കശമാണ്. അവർക്കത് ആർക്കായാലും അത് അനുസരിച്ചേ മതിയാകൂ. 25 കോടി രൂപയുടെ ഫൈനും അനിൽ അംബാനിക്ക് കൊടുക്കേണ്ടി വന്നു. ഈ പറഞ്ഞ RHFL എന്ന് പറയുന്ന റിലയൻസ് ഹോം ഫൈനാൻസിലെ ഫണ്ടിന്റെ തിരിമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫണ്ട് അവർ റേസ് ചെയ്യുന്നത് ഏത് ഉദ്ദേശം പറഞ്ഞുകൊണ്ടാണോ അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ ആ ഫണ്ടിനെ നമ്മളിപ്പം
ഭരണത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഫണ്ട് വകമാറ്റി ഉപയോഗിക്കുന്നൊക്കെ നമ്മൾ അറിയത്തില്ല. അതുപോലെ തന്നെ ഇത്, കാരണം ഏതൊരു കമ്പനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റ് വിപണിയിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ എന്ത് പർപ്പസ് ഉദ്ദേശം പറഞ്ഞാണോ ഫണ്ട് റൈസ് ചെയ്യുന്നത് അതിനുവേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇൻവെസ്റ്റിഗേഷൻ്റെ പരിധിയിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ ആ പറഞ്ഞ കമ്പനിക്കോ അല്ലെങ്കിൽ കമ്പനിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും വിധേയമാകുന്നുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയിലുണ്ട്, എല്ലായിടത്തുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സെബി എന്ന് പറയുന്ന അതോറിറ്റിയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അമേരിക്കയിലൊക്കെ അത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ, SEC എന്ന് പറയും. വളരെ പവർഫുൾ ആയിട്ടുള്ള ബോഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സെബിക്കൊക്കെ വലിയ അധികാര പരിധിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതെങ്കിലും കമ്പനികൾ കാണിക്കുകയാണെങ്കിൽ, പ്രത്യേക ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ മേഖലയിൽ അത് തീർച്ചയായിട്ടും സെബി ഇടപെടുകയും സെബി അതിനകത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും അവർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള എന്താ പറയുന്നത് ശിക്ഷകൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ മാനിപ്പുലേഷൻ്റെ കിങ് പിൻ അല്ലെങ്കിൽ സൂത്രധാരൻ അനിൽ അംബാനി ആണെന്നാണ് സെബിയുടെ ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള അംഗം അനന്ത് നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്ത് നാരായണൻ്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ആകാം തീർച്ചയായിട്ടും. കാരണം അവർക്ക് ഈ കാര്യങ്ങളിലൊന്നും തിരുമലകൾ കാണിക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അതിൽ പലതരത്തിലുള്ള പൊളിറ്റിക്സ് ഉണ്ടാകാം തീർച്ചയായിട്ടും. കാരണം ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യവും ഇംഗിതവും കൂടെ ഒക്കെ അനുസരിച്ച് മാത്രമേ ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കണം, അത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ എടുക്കണമെന്നൊക്കെ വേണ്ടത് പൊളിറ്റിക്സ് കൂടെ അതിനകത്തിൽ ഇൻവോൾവ് ആകും എന്നുള്ളതായിട്ട് സംശയമൊന്നുമില്ല. കാരണം ഇതൊക്കെ വൻകിട പാർട്ടികൾ ഉൾപ്പെടുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിൽ പൊളിറ്റിക്സ് ഉണ്ടാകും. പൊളിറ്റിക്സിൻ്റെ കൂടെ ഒരു തീരുമാനം അതിനകത്തിൽ ഉൾപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഏതൊരു കമ്പനിക്ക് മേലെ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായി ഇതുപോലുള്ള അവസ്ഥകളിൽ കൂടെ അവർക്ക് കടന്നു പോകേണ്ടതെന്ന് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി അത് മാർക്കറ്റിൽ ബാധിക്കുകയും തീർച്ചയായിട്ടും പബ്ലിക്കിന് ഈ പറഞ്ഞ കമ്പനികളിലും അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരിലൊക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും പിന്നീട് അവർക്ക് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കാനൊക്കെ സാധിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ വരും. കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് അവർ വീണ്ടും നമ്മളിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് കമ്പനിയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്, തെറ്റായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള മേന്മയ്ക്കും മെച്ചത്തിനും വേണ്ടിയായിരിക്കും. നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്ന പോലെ തന്നെ. കാരണം രാഷ്ട്രീയക്കാർ എന്താ പറയുന്നത്, നീതിപ്പണത്തിൽ കൈയിട്ട് വാരി അവരുടെ സ്വന്തം കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ റിലയൻസ് ഹോം ഫിനാൻസിലെ ക്രമക്കേടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം പ്രകാരം അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. സെബിയുടെ ഭാഗത്തുനിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ അവർ കംപ്ലീറ്റ് ചെയ്ത് ഈ പറഞ്ഞ ശിക്ഷകൾ അല്ലെങ്കിൽ പിഴകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിലയൻസ് ഹോം ഫിനാൻസ് നമുക്കറിയാം, അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഫിനാൻഷ്യൽ ബിസിനസ്സാണ്. അപ്പോൾ അവർ അനധികൃതമായിട്ടും അതുപോലെ തന്നെ അസാധാരണമായിട്ടും എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായിട്ട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സാമ്പത്തിക അടിത്തറയില്ലാത്ത പലർക്കും വ്യക്തിപരമായിട്ട് അവരുടെ ഇഷ്ടം അനുസരിച്ച് താല്പര്യം അനുസരിച്ച് കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേറിയ പങ്കും റിലയൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് അന്വേഷണത്തിൽ പറയുന്നത്. അപ്പോൾ ഈ 17,000 കോടി രൂപയുടെ തട്ടിപ്പാണ് പിന്നീടുള്ളത്. അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിവിധ റിലയൻസ് കമ്പനികൾ, ഈ ഗ്രൂപ്പിൻ്റെ താഴെയുള്ള വിവിധ കമ്പനികൾ ഇന്ത്യയിലെ പല പ്രമുഖ ബാങ്കുകളിൽ നിന്നും 17,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നാണ് മറ്റൊരു കേസ്. അത് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുന്നത് ചാർജസ് ആണ്, അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകളാണ്. തീർച്ചയായിട്ടും അതിനകത്തിൽ എന്താണ് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ക്രെഡിബിളായിട്ടുള്ള ന്യൂസ് ആയിരിക്കും. കാരണം കമ്പനികളിൽ നിന്ന് വായ്പ എടുത്തിട്ട് അതിനെ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കാതിരിക്കുക, അത് ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ അനിൽ അംബാനിയുടെ കമ്പനി മാത്രമല്ല, മുകേഷ് അംബാനിയുടെ കമ്പനി മുതൽ താഴെപ്പെട്ടുള്ള എല്ലാ കമ്പനികളും തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് കോടിയുടെ വായ്പകൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അത് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള തിരിച്ചടവുകളൊന്നും അടയ്ക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ ഈ നിഷ്ക്രിയാസ്തി ബാങ്കുകളിലെ വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് വായിക്കുകയും അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അത് എല്ലാ കമ്പനികളെ സംബന്ധിച്ചും 1 ലക്ഷം കോടി, 1.5 ലക്ഷം കോടി, 50,000 കോടി, അല്ലെങ്കിൽ 75,000, 80,000 കോടി രൂപ. അപ്പോൾ കമ്പനിയുടെ സൈസ് അനുസരിച്ച് ഈ പറഞ്ഞ ലോണുകളുടെ അളവിലും ഈ പറഞ്ഞ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലെ പ്രമുഖ കോർപ്പറേറ്റ് ഹൗസുകളൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് മാത്രമല്ല, പക്ഷേ ഇപ്പോൾ പിടിവീണടിക്കുന്ന അനിൽ അംബാനിക്കാണ് 17,000 കോടി രൂപയുടെ പല ബാങ്കുകളിൽ നിന്ന് റിലയൻസ് ഹോം ഫൈനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്സ്യൽ ഫൈനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ ആണ് ഈ പല ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളത്. ഏകദേശം റിലയൻസ് ഹോം 5,901 കോടി രൂപ, റിലയൻസ് കൊമേഴ്സ്യൽ ഫൈനാൻസ് 8,226 കോടി രൂപ. കാരണം കുറഞ്ഞ തുകയൊന്നുമല്ല. ഇനി ഇതിനകത്ത് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ബിഗ് കോർപ്പറേഷൻസ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ബാങ്കുകളിൽ നിന്ന് ഇത്രയും ഭീമമായിട്ടുള്ള തുക ലോൺ എടുക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭരണ തലപ്പത്തു നിന്നുള്ള തീരുമാനം കൂടെ അനുകൂലമാകാതെ ഒരിക്കലും അവർക്ക് ലഭിക്കത്തില്ല. അത് ഉറപ്പാണ്. ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾ പോയിട്ട് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതുപോലുള്ള തുച്ഛമായിട്ടുള്ള തുകകൾ വായ്പ എടുക്കുന്നത് പോലല്ല ഇതുപോലുള്ള ബിഗ് കോർപ്പറേഷൻസ് ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുക്കുന്നത്. കാരണം അത് തീർച്ചയായിട്ടും പൊളിറ്റിക്സിൻ്റെ, രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള തലത്തിൽ നിന്നും അവർക്ക് ഈ പറഞ്ഞ ബാങ്കുകൾക്കും മറ്റും യെസ് കിട്ടാതെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഗ്രീൻ സിഗ്നൽ കിട്ടാതെ ഇത്രയും തുക അവർക്ക് അങ്ങനെയുള്ളത്, ആ സിസ്റ്റം അങ്ങനെയാണത് തീർച്ചയായിട്ടും. കാരണം ഇതിനകത്തിലൊക്കെ കോടിക്കണക്കിന് രൂപ പലർക്കും ബ്രൈബായിട്ടും കൈക്കൂലിയായിട്ടും കമ്മീഷനായിട്ടൊക്കെ മേളിൽ നിന്ന് താഴെ വരെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം സാധിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന 5,901 കോടി രൂപ, 8,226 കോടി രൂപ, അതിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ 4,205 കോടി രൂപ. മനസ്സിലായല്ലോ. നമ്മൾ ഈ 5,901 കോടി പോയിട്ട് നമ്മളൊരു 5,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അവസാനം അത് കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥകളാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. അന്നേരമാണ് ഈ 5,901 കോടി രൂപ, 8,226 കോടി രൂപ, 4,105 കോടി രൂപയൊക്കെ തന്നെ ഇതുപോലുള്ള ബിഗ് കോർപ്പറേഷൻസിന് ബിസിനസ് ചെയ്യാൻ എന്ന വ്യാജേന ലോണുകൾ ലഭിക്കുകയും കൊടുക്കുകയും അവരത് തിരിമറി നടത്തുകയും ആ പണങ്ങൾ മൊത്തം ഇതെല്ലാം രാജ്യത്തിൻ്റെ നികുതി പണമാണ് എന്നുള്ളൊരു വസ്തുതയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ പൊതുമേഖലാ ബാങ്കിൽ നിന്നാകുമ്പോൾ അങ്ങനെ ഒരു വശം കൂടെ അതിനുണ്ട്. എന്നിരുന്നാൽ തന്നെ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഇതുപോലുള്ള വ്യവസായികളിൽ നിന്ന് നടിക്കുന്ന ആൾക്കാർ അവരുടെ സ്വന്തമാക്കി കൊള്ളയടിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സമ്പത്തും സ്വത്തുമാക്കി മാറ്റിയെടുക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലല്ല, എല്ലാ രാജ്യത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ യെസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC, എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളെല്ലാം തന്നെ ഉണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് സിന്ധ് ബാങ്ക്. അപ്പോൾ ഈ ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ, റിലയൻസ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഈ കമ്പനികളൊക്കെ തന്നെ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ലോണുകൾ എടുത്തിട്ട് അത് ക്രമക്കേട് വഴി തിരിമറി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാകേണ്ട കാര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമ്പനികൾ മാത്രമല്ല, ഇതുപോലുള്ള എല്ലാ കമ്പനികളിലും ഇൻവെസ്റ്റിഗേഷൻ വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് പറയാനുണ്ട്. കാരണം സമാനമായിട്ടുള്ള കുറ്റങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ചെറുതും വലുതായിട്ടുള്ള വ്യവസായികളെല്ലാം തന്നെ സമാനമായിട്ടുള്ള കൃത്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 2017 കാനറ ബാങ്കിൽ നിന്ന് വായ്പ 1,050 കോടി രൂപ എടുത്തു. അത് ദുരുപയോഗം ചെയ്തതായിട്ടാണ് ഒരു കേസ്. അപ്പോൾ അങ്ങനെ ദുരുപയോഗം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി, ടെലികോം സംരംഭമാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, ഒക്കെ പൂട്ടിക്കെട്ടി പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ യൂണിറ്റിൻ്റെയും ആ കമ്പനിയുടെയൊക്കെ തന്നെ വായ്പാ അക്കൗണ്ടുകൾ, ലോൺ അക്കൗണ്ടുകൾ ഈ പറഞ്ഞ ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്ക് വഞ്ചനാപരമായിട്ടുള്ള അക്കൗണ്ടുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോൺ എടുത്തു, പക്ഷേ ലോൺ തിരിച്ചു കൊടുത്തില്ല. ലോൺ തിരിച്ചു കൊടുക്കാത്തതിന് കാരണം എന്താ? കാരണം ഈ ലോൺ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് ലാഭകരമാക്കുക എന്നുള്ളത് ഈ എൻ്റർപ്രണറുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ലോൺ എടുത്ത് അതിന് വേറെ ഒരു പക്ഷേ ഇത് ഈ സ്വിസ് ബാങ്കിലും അല്ലെങ്കിൽ വിദേശ ഇതുപോലെ ഉള്ള ടാക്സ് ഹെവനിലൊക്കെ അവർ ഇവിടുന്ന് ലോൺ എടുത്തിട്ട് ഇവിടുത്തെ വ്യവസായികളെല്ലാം തന്നെ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ചെറുതും വലുതായിട്ടുള്ള വ്യവസായികളെല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞ ലോൺ എടുത്തിട്ട് ഈ ലോൺ എടുത്ത എമൗണ്ട് മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മൊത്തം വിദേശ ടാക്സ് ഹെവനിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യും ഈ ഫണ്ടുകളെല്ലാം. അങ്ങനെയാണ് അവരുടെ എല്ലാം പരിപാടികളെന്ന് പറയുന്നത്. സ്വിസ് ബാങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങൾ, കെയ്മൻ ഐലൻഡ് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ടാക്സ് ഹെവൻസ്.
അപ്പോൾ ഈ പറയുന്ന കമ്പനികളെല്ലാം തന്നെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ബിസിനസ് ഓണേഴ്സും എല്ലാം തന്നെ ആരുമായിട്ട് മോശമൊന്നുമില്ല. അപ്പോൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ബാങ്കുകളും പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം തന്നെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബാങ്കുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ബാങ്കുകളാണ്. യെസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI, HDFC, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളാണ്. അപ്പോൾ ഈ ബാങ്കുകളിൽ നിന്നെല്ലാം വായ്പ എടുത്ത് അത് തിരിമറി നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കമ്പനികൾ റിലയൻസ് ഗ്രൂപ്പിനെതിരെ ആരോപിച്ച് നിയമ നടപടി ആരംഭിച്ചിട്ടുള്ളത്. അപ്പം മകനിലൂടെ കൈവിട്ട് സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന അനിൽ അംബാനിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഓക്കെ, എന്നാലും ഈ പറഞ്ഞ നിയമ നടപടികൾ ആരംഭിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ എന്താണ് അത്, ഇതൊരു ക്രിട്ടിക്കൽ വിഷയമാണ് അനിൽ അംബാനിയെ സംബന്ധിച്ച്. അപ്പോൾ അത് എത്രത്തോളം അത് അദ്ദേഹത്തിന് ഇതിനകത്തിൽ നിന്ന് ഊരാൻ സാധിക്കും എന്നുള്ളത്, കാരണം ഇപ്പോൾ ഇത് ഓൾറെഡി എല്ലാം പബ്ലിക് ഡൊമൈനിലായി കഴിഞ്ഞു. ഇതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യമല്ല. കാരണം ഇതുപോലെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. CBI, ED, അതുപോലെ തന്നെ സെബി, പിന്നെ പല ബാങ്കുകൾ, ഈ പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ലോണുകളുടെ തിരിമറിയെക്കുറിച്ച് ഉള്ള വിഷയങ്ങളുമായിട്ട് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഒരു എന്താണ് പറയുന്നത്, കാരണം നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാടില്ലാത്തതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത് പലതരത്തിലുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ലോകം അറിയത്തില്ലല്ലോ തന്നെ. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ വ്യക്തിയുടെ കമ്പനിയും അനഭിമിതനായതുകൊണ്ടാണല്ലോ, തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു വ്യക്തി അല്ലാത്തതായി മാറിയതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കുന്നതും ഇങ്ങനെയുള്ള നിയമക്കുരുക്കുകളിൽ കൂടെ അദ്ദേഹത്തെ വലിച്ചിഴയ്ക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ എന്താണ് പറയുന്നത്, ഇനിയുമുള്ള റിസൾട്ട് എന്തായിരിക്കും, ഈ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പലതും. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട്, ഔട്ട്പുട്ട് എന്താണ്, തീർച്ചയായിട്ടും ആ ഔട്ട്പുട്ട് പറഞ്ഞാൽ നിയമ നടപടികൾ ഇദ്ദേഹത്തിനെതിരെ, ഇദ്ദേഹത്തിൻ്റെ കമ്പനികളിലുള്ള പല ഒഫീഷ്യൽസിനെതിരെയൊക്കെ തന്നെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയും ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം അനിൽ അംബാനി വളരെ എന്താണ് പറയുന്നത്, പ്രയാസകരമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടെ, നിയമപരമായിട്ടുള്ള കുരുക്കളിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.